പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരിട്ടതായാലും പിശാചിട്ടതായാലുമുള്ള എല്ലാ കെണികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം ചിലതൊക്കെ ഒഴിഞ്ഞു പോകുവാൻ സമയമായി എന്നുള്ളൊരു മെസ്സേജാണ്. സദൃശ്യവാക്യം 14 അധ്യായത്തിന്റെ 27 വാക്യം, യഹോവ ഭക്തി ജീവന്റെ ഉറവാകും, അതിനാൽ മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകും. യഹോവ ഭക്തി ജീവന്റെ ഉറവാകും. ഒരു ഭക്തനായി ജീവിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ തന്റെ ഭക്തന്മാർ ദൈവത്തിന് വിലയേറിയവരാണ്. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. കാരണം നീ ഒരു ഭക്തനായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർ കെണിവെക്കാറുണ്ട്, എതിരാളികൾ കെണിവെക്കാറുണ്ട്, പിശാച് കെണിവെക്കാറുണ്ട്. സങ്കീർത്തനത്തിനൊരു വാക്യത്ത് വായിക്കുക, കെണി പൊട്ടി പക്ഷി വഴുതിപ്പോരുന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കും. നിന്റെ ആയുസ്സിന് വില പറഞ്ഞ്, നിന്റെ ഭാവിക്ക് വില പറഞ്ഞ് നിനക്കെതിരെ ഏതൊക്കെ കെണികളാൾ വെച്ചാലും, മനുഷ്യർ ചേർന്ന് കെണി വെച്ചാലും നീ ഒട്ടും കുലുങ്ങണ്ട. സ്തോത്രം, ആ കെണി പൊട്ടും. പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നൊരു ബോധ്യം, സ്തോത്രം, മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകും. ബൈബിളിലൊരു വാക്യമുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. നിന്റെ ആയുസ്സിനോട് വെല്ലുവിളിക്കുന്നു. ദൈവം നിനക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് നിന്റെ ജീവനെ ഒടുക്കിക്കളയുവാൻ ശത്രു കൊണ്ടിരുന്ന നിഗൂഢ പദ്ധതികൾ, നിന്റെ ശരീരത്തിൽ കടത്തിവിടുന്ന രോഗങ്ങൾ, നിന്റെ ലൈഫിൽ കടത്തിവിടുന്ന നിരാശകൾ, നിന്റെ ആയുസ്സിനെ തകർക്കുവാൻ നോക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചു പറയാം, ആ നീക്കുപോക്കുകൾ തരുന്നവൻ ദൈവമാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച്, മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകും. സ്തോത്രം, എന്തൊക്കെയോ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോകും. എന്നിട്ട് ദൈവത്തിന്റെ സ്തോത്രം, ആ ജീവന്റെ ഉറവയാകുന്ന യഹോവ ഭക്തി, സ്തോത്രം, ഒരു ഭക്തനായി നമുക്ക് വെളിപ്പെടാം. ഭക്തനൊരു പ്രശ്നം വന്നാൽ ബൈബിൾ പറയുന്ന കുറെ സന്ദേശങ്ങളുണ്ട്. ഒന്ന്, സ്തോത്രം, യഹോവ ഭക്തന് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. യഹോവ ഭക്തന് ചുറ്റും യഹോവയുടെ ദൂതന്മാരിറങ്ങി വിടുവിക്കും. അങ്ങനെ ഭക്തന്മാരെ പറ്റി ബൈബിളിൽ പറയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. യഹോവ ഭക്തനായിരിക്കാം, നീ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകുമെന്ന് വായിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വിരോധമായി, ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, നന്മയ്ക്ക് വിരോധമായുള്ള എല്ലാ കെണികളും ഒഴിഞ്ഞു പോകട്ടെന്ന് പ്രാർത്ഥിക്കും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായും ചിലതൊക്കെ ഒഴിഞ്ഞു പോകും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. God bless you.